പണവും സ്വത്തും വിദ്യാഭ്യാസവും മികച്ച ജോലിയും ഉന്നത ബന്ധങ്ങളും നമുക്കുണ്ടാകും. എന്നാൽ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിലോ? വലിയ സൗഭാഗ്യത്തോടെ ജീവിക്കുന്നവരെന്ന് കരുതുന്ന ആളുകളിൽ പലരും പുറമേ കാണുമ്പോൾ സന്തുഷ്ടരായിരിക്കും. പക്ഷെ നമ്മൾ അറിയാത്തൊരു ജീവിതമുണ്ടാകും അവർക്ക്. നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ കാണാം ഇതുപോലെ നിരവധി കുടുംബങ്ങൾ. പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നം, സ്വത്ത് തർക്കം, സഹോദരങ്ങൾ തമ്മിലുള്ള കലഹം, അമിതമായ ലഹരി ഉപയോഗം, അങ്ങനെ തകർന്നടിഞ്ഞ കുറേ വീടുകളുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 18കാരിയായ മകളെ പിതാവ് കൊലപ്പെടുത്തിയത് കഞ്ചാവ് ലഹരിയിലാണ്. എന്താണ് മഞ്ചേശ്വരത്തെ ആ വീട്ടിൽ സംഭവിച്ചത്? ഇതോടൊപ്പം ആലപ്പുഴ അമ്പിളി കൊലക്കേസിൽ ഭർത്താവിന് കോടതി ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച ദിവസമാണിത്. ആ കേസുകളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. വീട്ടിൽ പെൺമക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും അച്ഛന്മാരായിരിക്കും അല്ലേ? അച്ഛൻ്റെ തണലും കരുതലും പെൺകുട്ടികൾക്ക് എന്നും ഒരു കരുത്താണ്. കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഉമർ ഫറൂഖും മകളെ ഏറെ സ്നേഹിച്ചൊരു പിതാവായിരുന്നു. എന്നാൽ അമിതമായ ലഹരി ഉപയോഗം അയാളെ ഒരു ചെകുത്താനാക്കി മാറ്റി. വീട്ടിലുണ്ടായ ചെറിയൊരു വാക്ക് തർക്കത്തെ തുടർന്ന് ഉമർ ഫാറൂഖ് കാട്ടിയ ക്രൂരത മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു പൊള്ളിക്കുന്നതാണ്. കുടുംബ വഴക്കിനിടെ അയാൾ മകളെ വെട്ടിക്കൊലപ്പെടുത്തി. ഭാര്യയുടെ കൺമുന്നിൽ വെച്ചാണ് +2 വിദ്യാർത്ഥിനിയായ മറിയം ജുമൈലയെ കൊലപ്പെടുത്തിയത്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ തൊമിനാട് ഹിൽടോപ്പ് നഗറിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം. ലഹരിക്കടിമയായ പിതാവാണ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 18 വയസ്സുകാരി മറിയം ജുമൈലിയാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സ്ഥിരീകരിച്ചത്. പിതാവ് ഉമ്മർ ഫറൂഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ പ്രശ്നമാണ് ക്രൂര കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന. ലഹരിക്കടിമയായ ഇയാൾ ഭാര്യയെയും മകളെയും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നത്തെ ഒരു ഇഷ്യൂ പറഞ്ഞാൽ ഞങ്ങളെ തൊട്ട അയൽവാസിയാണ്. പക്ഷേ ഇവിടെ അവരുടെ ഭാര്യ അവരുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഫാമിലി പ്രശ്നം കൊണ്ട് കുഞ്ഞിൻ്റെ പാപ്പയാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് കുഞ്ഞിക്ക് കത്തിലാണ് കുത്തിയത്. പിന്നെ കുഞ്ഞിൻ്റെ മൂത്താപ്പക്ക് പരിക്കുണ്ട്. ഏതായാലും ഇത് ഇന്നത്തെ ഒരു ദിവസത്തിനത് ഞങ്ങൾക്ക് ഇവിടെ ഊഹിക്കാൻ പറ്റാത്തൊരു സംഗതിയായിട്ടുണ്ട്. നാട്ടുകാർ മുഴുവനും വിഷമത്തിലുണ്ട്. ഉപ്പള ജിടെക്കിലെ +2 വിദ്യാർത്ഥിനിയാണ് മരിച്ച മറിയം ജുമൈല. മൃതദേഹം മംഗളൂരു വെൻലോക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴ പള്ളിപ്പുറത്തെ അമ്പിളി എന്ന യുവതിയെ ഓർക്കുന്നില്ലേ? ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളുമായി കാമുകനൊപ്പം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്ന അമ്പിളിയുടെ കഥ നമ്മളെ കുറേ കരയിച്ചിട്ടുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിച്ചെങ്കിലും ഭർത്താവ് രാജേഷ് അവൾക്ക് വേദനകൾ മാത്രമാണ് സമ്മാനിച്ചത്. ഒടുവിൽ കുടുംബകലഹത്തെ തുടർന്ന് നടുറോഡിൽ ഭർത്താവിൻ്റെ കൊലക്കത്തിക്ക് ഇരയായ യുവതി. പ്രതി രാജേഷിൻ്റെ ക്രൂരത അവരുടെ മക്കളെയാണ് അനാഥരാക്കിയത്. ആ കുരുന്നുകളുടെ പ്രിയപ്പെട്ട അമ്മയെ 2024 മെയ് 18 അയാൾ ഇല്ലാതാക്കിയത്. ഇപ്പോൾ അച്ഛൻ ജയിലിലുമാണ്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേഷിന് ഇരട്ട ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പള്ളിപ്പുറം പള്ളിച്ചന്തയ്ക്ക് സമീപം നടുറോട്ടിലിട്ടാണ് 2024 മെയ് 18 അമ്പിളിയെ രാജേഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം. കടകളിൽ കളക്ഷൻ നടത്തിയിരുന്ന അമ്പിളിയെ പിന്തുടർന്ന രാജേഷ് കഴുത്തിലും മുതുകിലുമായി നിരവധി തവണ കുത്തുകയായിരുന്നു. ഉടനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്നു അമ്പിളി. ബൈക്കിൽ പിന്തുടർന്നായിരുന്നു ആക്രമണം. നാടിനെ നടുക്കിയ കേസിൽ പ്രതി രാജേഷ് കുമാറിന് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിധിയിൽ പൂർണ്ണ തൃപ്തരാണെന്ന് അമ്പിളിയുടെ ബന്ധുക്കൾ പറഞ്ഞു. കേസിൽ 19 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. 49 രേഖകൾ കോടതിയിൽ ഹാജരാക്കി. ആക്രമണത്തിനു ശേഷം അമ്പിളിയുടെ കൈവശമുണ്ടായിരുന്ന കളക്ഷൻ ബാഗും രാജേഷ് തട്ടിയെടുത്തിരുന്നു.
വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകർ അറിയിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് ജീവനൊടുക്കിയത് കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം കാരണമായിരുന്നു. അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു? മരണത്തിൽ നിർണായകമായ ചില തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ ഓഫീസ് മുറിയിൽ നിന്നും കണ്ടെടുത്ത ഡയറി കുറിപ്പിലുണ്ടെന്നാണ് വിവരം. ഇതിൽ കുടുംബത്തോടും ജീവനക്കാരോടുമുള്ള ക്ഷമാപണവും ബിസിനസ് അനന്തരാവകാശി ആരെന്ന വിവരവും പരാമർശിക്കുന്നുണ്ട്. അതേസമയം റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചു. നാടിനെയാകെ നടുക്കിയതാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് മേധാവി CJ റോയ് ജീവനൊടുക്കിയ സംഭവം. ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസിൽ ആദായ നികുതി വകുപ്പിന് റെയ്ഡ് നടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് റോയ് ആത്മഹത്യ ചെയ്യാൻ മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നതായി സംശയമുയർന്നിരിക്കുന്നത്. മരണത്തിനു മുമ്പ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്ന 9 പേജുകളടങ്ങിയ കുറിപ്പാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത്. വിദേശ നിക്ഷേപങ്ങളിൽ തിരിച്ചടി നേരിട്ടിരുന്നുവെന്ന വിവരം കുറിപ്പിലുണ്ട്. കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ച് തയ്യാറാക്കിയ കുറിപ്പിൽ ഈ തിരിച്ചടികളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചിട്ടുള്ളതായാണ് സൂചന. പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരിട്ട സമ്മർദ്ദങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന നിർദ്ദേശങ്ങളും കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നു. തന്നെ വിശ്വസിച്ച നിക്ഷേപകരെ ഒരു ഘട്ടത്തിലും കൈയൊഴിയരുതെന്നും റോയ് ആവശ്യപ്പെട്ടിട്ടുള്ളതായാണ് വിവരം. ഡയറി കുറിപ്പുകൾ SIT സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. വൈകാരികമായ ചില കാര്യങ്ങളും കുറിപ്പിലുണ്ടെന്നാണ് സൂചന. കുടുംബാംഗങ്ങളുടെയും സ്ഥാപനത്തിലുള്ളവരുടെയും അടക്കം വിശദമായ മൊഴിയെടുക്കുന്നതോടെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് റോയ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ മരണത്തിന് തൊട്ടുമുമ്പ് റോയിയും റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരും തമ്മിൽ വഴക്കോ തർക്കമോ ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് നിഗമനം. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളടക്കം വിശദമായി പരിശോധിച്ചിരുന്നു. ആദായ നികുതി വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ അടക്കം SIT ചോദ്യം ചെയ്യുന്നുണ്ട്. റോയിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ. ഇവരുടെ വിശദമായ മൊഴി SIT വീണ്ടും രേഖപ്പെടുത്തും. കൊച്ചിയിൽ നിന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരോട് ബംഗളൂരു വിടരുതെന്ന് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോയിയുടെ മൊബൈൽ ഫോണുകളും അന്വേഷണ സംഘം പരിശോധിക്കും. മറ്റെവിടെ നിന്നെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നുവെന്നും അന്വേഷിക്കുന്നുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാന ഓഫീസിൽ ഉദ്യോഗസ്ഥർ പലതവണ പരിശോധന നടത്തി കഴിഞ്ഞു. സംഭവം പുനരാവിഷ്കരിക്കാനും ആലോചിക്കുന്നുണ്ട്. CJ റോയ് ബംഗളൂരുവിൽ ചികിത്സ തേടിയിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ആദായ നികുതി റെയ്ഡുമായി ബന്ധപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് കോടതിയിൽ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു. റെയ്ഡ് നടപടികൾക്കെതിരെ നൽകിയ ഹർജി CJ റോയ് 2 ദിവസത്തിന് ശേഷം പിൻവലിച്ചിരുന്നു. ഹർജി പിൻവലിക്കാനുള്ള അപേക്ഷ പരിഗണിച്ചാണ് കർണാടക ഹൈക്കോടതി കേസ് തീർപ്പാക്കിയത്. വിശദമായ വാദത്തിനു മുമ്പേ ഹർജി പിൻവലിച്ചത് എന്തിനാണെന്ന് വ്യക്തമല്ല. ന്യൂസ് 18 ബംഗളൂരു. അവിവാഹിതനായ ഒരാൾക്ക് ആരെ വേണമെങ്കിലും പ്രണയിക്കാം, അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യാം. ഈ നാട്ടിലെ നിയമം അതിനെല്ലാ സ്വാതന്ത്ര്യവും അവകാശവും തന്നിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചും ഈ അവകാശങ്ങളെല്ലാം ഉണ്ടെങ്കിലും അയാൾക്ക് സമൂഹത്തോട് ചില പ്രതിബദ്ധതകളുണ്ടല്ലേ. അവരിൽ നിന്ന് പൊതുസമൂഹം മാന്യതയും മര്യാദയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ലൈംഗികാരോപണ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സംഭാഷണങ്ങൾ കേട്ടാൽ തന്നെ അറപ്പ് തോന്നും. അയാളെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയോട് പറയുന്ന അസഭ്യവാക്കുകൾ ലജ്ജിപ്പിക്കുന്നതാണ്. പുതിയതായി പുറത്തു വന്ന ശബ്ദ സംഭാഷണത്തിലാണ് രാഹുലിൻ്റെ തനി സ്വഭാവം മനസ്സിലായത്. പരാതിക്കാരിയെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നത് സംഭാഷണത്തിൽ വ്യക്തമാണ്. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. തന്നോട് പറഞ്ഞു ഏറ്റെടുക്കാൻ. എടോ, ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു, തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താൻ എന്തിനാ നടന്ന് പഠിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. ലൈംഗികാരോപണ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള ഓഡിയോ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപമാണ് പുറത്തുവന്നത്. പരാതിക്കാരിയെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും സംഭാഷണത്തിൽ വ്യക്തമാണ്. ഗർഭത്തിന് ഉത്തരവാദി താനല്ലെന്നും തനിക്കത് ബുദ്ധിമുട്ടാകുമെന്നും രാഹുൽ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നമുക്ക് നോക്കാമല്ലോ. തന്റെ ആണോന്ന് തനിക്ക് ബോധ്യപ്പെടണോ?
അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അനാവശ്യം. എങ്കിൽ നമുക്കത് നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്കത് തന്നെയാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്കത് നോക്കാം. ഇപ്പൊ തന്നെ നോക്കാമല്ലോ. ഗർഭഛിദ്രം നടത്താൻ യുവതിയെ രാഹുൽ പലതവണ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സംഭാഷണത്തിനിടെ പരാതിക്കാരിക്ക് നേരെ അസഭ്യ വർഷമാണ് രാഹുൽ നടത്തുന്നത്. എടോ മര്യാദ സംസാരിക്കേ കേട്ടോ. എനിക്ക് തന്റെ അത്ര തരംതാഴാൻ പറ്റത്തില്ല. താൻ മിടുക്കനായിട്ടാണല്ലോ ഇതിപ്പോ വന്നത്. താൻ ഭയങ്കര മിടുക്കനാണ്. താൻ എന്തോ പറയും. എന്ത് ഓപ്ഷനാണ്? ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത്. എനിക്കിതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാ? താൻ കാണിക്കുന്നതാണോ സ്നേഹം? തന്റെ ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കൂ. താൻ ഏക്കണോന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. താൻ കൈകാര്യം ചെയ്യേ. തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. തന്നോട് ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസിക്കും വരത്തില്ല എന്ന് പറയുമ്പോ പിന്നെന്തിനാ താനിങ്ങനെ നടന്ന് പഠിക്കുന്നത്? മാനസികമായി തകർന്ന തനിക്ക് ജോലി പോലും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് പരാതിക്കാരി രാഹുലിനോട് പറയുന്നുണ്ട്. ആ മാർച്ച് 17 താൻ എന്റെ മനസ്സ് തകർത്തിട്ട് പോയി. എനിക്ക് ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ലോങ് ലീവ് എടുത്തു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ലോങ് ലീവ് എടുത്തു. അവരുടെ കൂടെ വന്ന് നിന്നു. ബെഡിന്ന് എഴുന്നേക്കാതെ കിടന്ന എന്നോട് ഒന്ന് ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. അവരോട് ഞാൻ ഇപ്പോഴും മറച്ചു വെക്കുകയാണ് എന്താണ് എന്റെ ലൈഫ് സംഭവിച്ചത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്. പക്ഷെ അത് ആരാണ് എന്നറിയേണ്ട അവകാശം അവർക്കുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ അവരോട് ഇത്രയും ദിവസമായിട്ട് റിവീൽ ചെയ്തോ. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം. ഫോൺ കോളിനിടെ ആദ്യം യുവതിയെ ഭീഷണിപ്പെടുത്തിയ രാഹുൽ അവസാനം പരാതിക്കാരിയെ അനുനയിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ സമർപ്പിച്ച പുതിയ തെളിവുകൾക്കൊപ്പമാണ് ഫോൺ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം കോടതിയിൽ എത്തിച്ചത്. എനിക്ക് തന്നെ ഒന്ന് കാണണം. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് എന്തെങ്കിലും കളിക്ക് തന്നെ കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എനിക്ക് എന്നാ കൊന്നേരം. അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാ താൻ വിചാരിക്കുന്നത്? ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ ചില ബിരുദന്മാരുണ്ട്. വാചകമടിച്ച് മറ്റുള്ളവരെ വീഴ്ത്താനും കബളിപ്പിക്കാനും വലിയ മിടുക്കാണ്. സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണനും ഇങ്ങനെ കുറേ പേരെ പറ്റിച്ചിട്ടുണ്ട്. കുറച്ചുനാൾ ജയിലിലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ന്യൂസ് 18 ബിജുവിൻ്റെ പുതിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നത്. CSR ഫണ്ട് തട്ടിപ്പിലും ബിജു രാധാകൃഷ്ണനെതിരെ പോലീസ് കേസ്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കടവന്ത്ര പോലീസാണ് കേസെടുത്തത്. ഹൈക്കോടതി അഭിഭാഷക നിഷ പീറ്റർ കേസിൽ 2ാം പ്രതിയാണ്. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പ് സാമ്രാജ്യം ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. സന്നദ്ധ സംഘടനകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ CSR ഫണ്ട് തരപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. മതിയായ രേഖകളോ രസീതോ നൽകാതെ കറൻസി നോട്ടുകൾ വഴിയായിരുന്നു ഇടപാടുകൾ. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ നിലമ്പൂർ സ്വദേശി റിൻഷാദും അങ്കമാലി സ്വദേശി ഏലിയാസും പരാതിയുമായി രംഗത്തെത്തി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി താഴെത്തട്ടിലേക്ക് അയച്ചെങ്കിലും കേസെടുക്കാൻ കടവന്ത്ര പോലീസ് ആദ്യം തയ്യാറായില്ല. തുടർന്ന് കോടതിയിൽ സമർപ്പിച്ച സ്വകാര്യ അന്യായത്തിലാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. ബിജു രാധാകൃഷ്ണനാണ് കേസിൽ 1ാം പ്രതി. ഭാര്യയെന്ന് പരാതിക്കാർക്ക് ബിജു പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് നിഷ പീറ്ററാണ് 2ാം പ്രതി. ബിജുവിന്റെ ജീവനക്കാരായ ബെർലിൻ, വേണുഗോപാൽ എന്നിവരാണ് 3ഉം 4ഉം പ്രതികൾ. ആലപ്പുഴ സ്വദേശിയായ വേണുഗോപാൽ പോലീസിൽ നിന്നും വിരമിച്ചയാളാണ്. BNS പ്രകാരം വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബിജു ജോർജ്, ബിജു പോലീസ് തുടങ്ങിയ പേരുകളിൽ ആൾമാറാട്ടം നടത്തിയാണ് ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പ് നടത്തി വന്നത്. ബിജുവിന്റെ തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ദക്ഷിണ മേഖല IGക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 4 ഓഫീസുകളാണ് ബിജുവിനും കൂട്ടാളികൾക്കും ഉണ്ടായിരുന്നത്. പണം നഷ്ടമായ ഇടപാടുകാർ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് പനമ്പള്ളി നഗറിലെ ഓഫീസ് ഒക്ടോബറിൽ പൂട്ടിയിരുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് കാക്കനാട്ടെ മെറിഡിയൻ പ്രൊജക്ട് പ്രൊഫഷണൽസ് എന്ന ഓഫീസും പൂട്ടിയിരുന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകത്തിലും NHF എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവ സ്ഥാപിക്കാൻ കോടികൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇരകളെ വീഴ്ത്തിയത്. ഗോത്രമേഖലയിലെ സർക്കാർ പദ്ധതികൾക്കടക്കം
ഫണ്ട് ചെലവഴിക്കുന്നത് താനാണെന്നും ബിജു അവകാശപ്പെട്ടിരുന്നു. മലയാളികളായ ചെറുകിട വ്യവസായികളിൽ പലരും വ്യാപാരാവശ്യത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പതിവായി യാത്ര ചെയ്യുന്നവരാണ്. ഇങ്ങനെ തനിച്ച് പണവുമായി പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഹൈദരാബാദിൽ ബിസിനസ് ആവശ്യത്തിനെത്തിയ കോഴിക്കോട് സ്വദേശിക്ക് നേരെ ഉണ്ടായ ആക്രമണം ഞെട്ടിപ്പിക്കുന്നതാണ്. വസ്ത്രവ്യാപാരം നടത്തുന്ന റിൻഷാദ് തുണിത്തരങ്ങൾ എടുക്കാനായി എത്തിയപ്പോൾ കവർച്ചാ സംഘം വെടിവെച്ച ശേഷം പണം കൊള്ളയടിച്ചു. ബാങ്കിൻ്റെ CDM-ൽ പണം നിക്ഷേപിക്കാൻ എത്തിയപ്പോഴാണ് വെടിയുതിർത്ത ശേഷം 6 ലക്ഷം രൂപ കവർന്നത്. കുട്ടികളുടെ വസ്ത്രങ്ങൾ വിൽപ്പന ചെയ്യുന്ന റിൻഷാദ് മൊത്തവിലയ്ക്ക് സ്റ്റോക്ക് എടുക്കാനാണ് ഹൈദരാബാദിലെത്തിയത്. ജനുവരി 7-ന് ഇവിടെ എത്തിയ റിൻഷാദ് ബന്ധുവിനൊപ്പമാണ് താമസിച്ചത്. വസ്ത്രങ്ങൾ വാങ്ങാനായി ചാർമിനാറിനടുത്തുള്ള മദീന മാർക്കറ്റിലെത്തിയെങ്കിലും ഒന്നും വാങ്ങിയില്ല. തുടർന്ന് ബന്ധു ഉപദേശിച്ചത് പ്രകാരം ജനുവരി 31-ന് ബാങ്കിന്റെ CDM-ൽ പണം നിക്ഷേപിക്കാൻ എത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. അതേസമയം റിൻഷാദിന്റെ പക്കൽ ഇത്രയും പണമുണ്ടെന്ന് മോഷ്ടാക്കൾ എങ്ങനെ അറിഞ്ഞു എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സുഹൃത്തിന്റെ വാഹനത്തിലാണ് ഇയാൾ പണം നിക്ഷേപിക്കാൻ എത്തിയത്. പണം നിക്ഷേപിക്കുന്നതിനിടെ 2 അജ്ഞാതർ പിന്നിലൂടെ എത്തി റിൻഷാദിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കാലിൽ വെടിവെച്ച ശേഷം പണവും വാഹനത്തിന്റെ താക്കോലും തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. സംഭവത്തിൽ സുൽത്താൻ ബസാർ പോലീസ് കേസെടുത്തു. മോഷണത്തിന് ശേഷം വാഹനത്തിൽ കടന്ന മോഷ്ടാക്കൾ കുറച്ചു ദൂരം പിന്നിട്ട ശേഷം വാഹനം ഉപേക്ഷിച്ച് നടന്നുപോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഹൈദരാബാദ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലായിടത്തും അക്രമവും കൊലപാതകവും അരങ്ങേറുന്ന കാഴ്ച. മലയാളികൾ ക്രിമിനൽ സ്വഭാവമുള്ളവരായി മാറുകയാണോ? പാലക്കാട് തൃത്താലയിൽ ചെറിയൊരു വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. കഴിഞ്ഞ ദിവസം കറുകപുത്തൂരിലെ സ്വകാര്യ ക്വാർട്ടേഴ്സിലാണ് സംഘർഷത്തിനിടെ 2 പേർക്ക് കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ ക്വാർട്ടേഴ്സ് ഉടമ ഉൾപ്പെടെ 2 പേരും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ ചാലിശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കറുകപുത്തൂരിലെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ അക്രമമുണ്ടായത്. വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ക്വാർട്ടേഴ്സ് ഉടമയുൾപ്പെടെ 2 പേർക്കാണ് കുത്തേറ്റത്. പുറത്തും കൈക്കും പരിക്കേറ്റ ഉസ്മാൻ, ജിംഷാദ് എന്നിവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാർട്ടേഴ്സിലെ താമസക്കാരായ യുവാക്കളാണ് ഇവരെ കുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ ചാലിശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരും ക്വാർട്ടേഴ്സ് ഉടമകളും തമ്മിലുണ്ടായ നിസ്സാരമായ വാക്കേറ്റമാണ് അക്രമത്തിൽ കലാശിച്ചത്. തർക്കം രൂക്ഷമായതോടെ പ്രതികൾ കൈവശമുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നുവെന്നാണ് വിവരം. അക്രമത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങൾ ഉണ്ടോ എന്നും കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പട്ടാമ്പി. കേരളത്തിലെ പൊതുനിരത്തുകൾ സ്വകാര്യ സ്വത്ത് പോലെയാണ് പലരും കാണുന്നത്. ഈ നാട്ടിലെ നിയമമൊന്നും അവർക്ക് ബാധകമല്ല. മറ്റു വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് യാത്ര ചെയ്യുന്നതൊക്കെ വലിയ മിടുക്കാണെന്ന് കരുതും. എന്നാൽ നിങ്ങൾ ഗതാഗത നിയമം ലംഘിക്കുമ്പോൾ കുറേ മനുഷ്യജീവനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കൂടി കാണാതെ പോകരുത് കേട്ടോ. കാസർഗോഡ് KSRTC ബസ്സിന് മാർഗദർശനം സൃഷ്ടിച്ച് യാത്ര ചെയ്ത ഒരു കാർ യാത്രികൻ നിരവധി പേരെയാണ് ബുദ്ധിമുട്ടിച്ചത്. കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെട്ട സ്വിഫ്റ്റ് ബസ്സിനെ കാർ യാത്രക്കാരൻ മണിക്കൂറുകളോളം ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ മാർഗദർശനം സൃഷ്ടിച്ചു. സംഭവത്തിൽ KSRTC ഡ്രൈവർ നീലേശ്വരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും കോട്ടയത്തേക്ക് പുറപ്പെട്ട KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിനാണ് കാർ യാത്രികൻ മാർഗതടസ്സം സൃഷ്ടിച്ചത്. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് വിവരം. ഉദുമ മുതൽ 7 കിലോമീറ്ററോളം ബസ് മറികടക്കാൻ കാർ യാത്രക്കാരൻ സമ്മതിച്ചില്ല. അപകടകരമായ രീതിയിലായിരുന്നു കാറിന്റെ യാത്ര. പല ഘട്ടങ്ങളിലും
KSRTC ബസ്സിനെ തൊട്ടുരുമിയാണ് കാർ യാത്ര ചെയ്തതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. KSRTC ബസിന്റെ ഡ്രൈവർ സംയമനം പാലിച്ചതിനാൽ അപകടം ഒഴിവായി. നിരന്തരം ഹോണടിച്ചിട്ടും ബസ്സിന് സൈഡ് കൊടുക്കാൻ കാർ യാത്രക്കാരൻ തയ്യാറായിരുന്നില്ല. സംഭവത്തിൽ KSRTC ഡ്രൈവർ നീലേശ്വരം പോലീസിൽ പരാതി നൽകി. ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പരാതി നൽകിയത്. ന്യൂസ് 18 കാസർഗോഡ്. ഈ നാട്ടിലൊരു കുറ്റകൃത്യം ചെയ്ത് രക്ഷപ്പെടുന്ന ഒരാൾക്ക് എത്ര നാൾ നിയമത്തിൻ്റെ കണ്ണു വെട്ടിച്ച് മുങ്ങി നടക്കാൻ കഴിയും? നിയമവും നിയമ സംവിധാനങ്ങളും വിചാരിച്ചാൽ ഒരിക്കൽ പിടിവീഴുമെന്നതാണ് പല കേസുകളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കോഴിക്കോട് കൂളിമാടിന് സമീപം ബൈക്ക് യാത്രക്കാരായ സഹോദരങ്ങളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി ഇർഫാനെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇയാൾ വിദേശത്തേക്ക് കടന്നു കളയാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കാറിന് മുന്നിൽ ബൈക്ക് നിർത്തി തടസ്സം സൃഷ്ടിച്ച കൊടിയത്തൂർ സ്വദേശികളായ സഹോദരങ്ങൾക്ക് നേരെ ഇർഫാൻ കാർ ഇടിച്ചു കയറ്റിയത്. പഴംപറമ്പിൽ സ്വദേശികളായ തൻസിൽ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിന് ശേഷം സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് ഊർജിതമായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രതി വിദേശത്തേക്ക് കടന്നുകളയാൻ സാധ്യതയുണ്ടെന്ന സൂചന ലഭിച്ചതോടെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ഗുരുതരമായി പരിക്കേറ്റ സഹോദരങ്ങൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൻസീമിന്റെയും തൻസിലിന്റെയും മറ്റൊരു സഹോദരനായ തൻസീഫും ഇർഫാനുമായി സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. വാക്കുതർക്കത്തിനൊടുവിൽ തൻസീഫിന്റെ വീട്ടിലെത്തി ഇർഫാൻ അതിക്രമം നടത്തി. മറുപടിയായി ഇർഫാന്റെ വീട്ടിൽ തൻസീഫിന്റെ സഹോദരങ്ങളും എത്തിയിരുന്നു. പിന്നാലെ വഴിയിൽ കാർ തടയാൻ ശ്രമിക്കവെയാണ് ഇടിച്ചു തെറിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. നിയമത്തിൻ്റെ മുന്നിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമുണ്ടോ? ഒരു കുറ്റകൃത്യം ചെയ്താൽ അവിടെ നിയമം ഒരാളെയും സംരക്ഷിക്കില്ല. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി. പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ പോലീസിൻ്റെ നിർണായക ഇടപെടൽ. ഷിംജിതയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. ഷിംജിതയുടെ റിമാൻഡ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കസ്റ്റഡി അപേക്ഷയുമായി പോലീസ് രംഗത്തെത്തിയത്. പ്രതിയെ ബസ്സിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. ഈ മാസം 5-ന് കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. ഷിംജിതയുടെ മൊബൈൽ ഫോൺ പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. ബസ്സിനുള്ളിൽ ലൈംഗിക അതിക്രമം നടന്നുവെന്ന ഷിംജിതയുടെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. സാക്ഷിമൊഴികളും അനുകൂലമല്ല. ബസ്സിൽ ദീപകിനെ ഉൾപ്പെടുത്തിയുള്ള 7 വീഡിയോകളാണ് ഷിംജിത മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചതായും കണ്ടെത്തി. ഇതിൽ 7-ലും എഡിറ്റിംഗ് നടന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഷിംജിതയുടെ ജാമ്യാപേക്ഷ എതിർത്ത് ദീപകിന്റെ കുടുംബവും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിനിടെയും തെയ്യത്തിനിടെയും ആളുകൾ തമ്മിൽ ചെറിയ ഉന്തും തള്ളും സംഘർഷങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തരം സംഘർഷങ്ങൾ അതിരുകടന്നാൽ കൂട്ടത്തല്ലിൽ പോലും കലാശിക്കും. കണ്ണൂർ മോകേരിയിൽ തെയ്യത്തിനിടെ ഉണ്ടായ സംഘർഷത്തിനിടെ തെയ്യത്തിനെയും പിടിച്ചു തള്ളി. മദ്യപിച്ചെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ആർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. കണ്ണൂർ കൂത്തുപറമ്പ് മൊകേരി കൂടത്തിൽ മടപ്പുര തെയ്യം മഹോത്സവത്തിനിടെയാണ് കാണാനെത്തിയവർ ഉത്സവ കമ്മിറ്റി വളണ്ടിയർമാരുമായി ഏറ്റുമുട്ടിയത്. അക്രമാസക്തരായ യുവാക്കൾ സംഘർഷത്തിനിടയിൽ തെയ്യത്തിനെയും പിടിച്ചു തള്ളി. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം.
വളണ്ടിയർമാർ ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയും പിന്നീട് കൂട്ടത്തല്ല് നടക്കുകയുമായിരുന്നു. മദ്യപിച്ചെത്തിയ സംഘമാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും കൂത്തുപറമ്പ് പോലീസ് പറഞ്ഞു. കൂട്ടത്തല്ലിനിടെ ക്ഷേത്രമുറ്റത്തുണ്ടായിരുന്ന തെയ്യത്തെ പിടിച്ചു തള്ളിയത് അല്പനേരം ഉത്സവം തടസ്സപ്പെടുത്തി. പോലീസ് എത്തി സ്ഥിതി ശാന്തമാക്കിയതിനു ശേഷം തെയ്യം മഹോത്സവം പുനരാരംഭിക്കുകയും ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ നടക്കുകയും ചെയ്തു. എന്നാൽ പരാതിയില്ലാത്തതിനാൽ സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. ന്യൂസ് 18 കണ്ണൂർ. രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഒട്ടേറെ കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ കഴിയുന്ന അച്ഛനമ്മമാരും ഉറ്റവരും. ഇതുപോലുള്ള കേസുകളിൽ പ്രതികളുടെ ജീവിതം കൂടി ഒന്ന് പരിശോധിക്കാം. കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായാൽ രാഷ്ട്രീയ തടവുകാർക്ക് VIP പരിഗണനയാണ്. കുടുംബത്തിനൊപ്പം ജീവിക്കാൻ ആവശ്യത്തിന് പരോളും. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിക്ക് വീണ്ടും പരോൾ അനുവദിച്ചത് പുതിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുന്നു. 10ാം പ്രതി രഞ്ജിത്തിനാണ് പരോൾ അനുവദിച്ചത്. 2 മാസം മുൻപ് രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു. TP കേസ് പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെ പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്കും യഥേഷ്ടം പരോൾ അനുവദിക്കുകയാണ് സർക്കാർ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കല്യോട്ടെ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം CBI കോടതി ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. നിലവിൽ 1ാം പ്രതി പീതാംബരൻ, ജിജിൻ എന്നിവർ പരോളിലാണുള്ളത്. ഇതിനിടയിൽ 10ാം പ്രതി രഞ്ജിത്തിനും പരോൾ അനുവദിക്കുകയായിരുന്നു. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥയിലാണ് പരോൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നതിനിടെയാണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത്. 15 ദിവസത്തേക്കാണ് പരോൾ. 2 മാസം മുൻപും രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു. ഫെബ്രുവരി 17 ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു പ്രതികൾ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികൾ പുറത്തിറങ്ങുന്നത് ക്രമസമാധാന പ്രശ്നത്തിന് കാരണമാവുമെന്ന പോലീസിന്റെ റിപ്പോർട്ട് മറികടന്നാണ് പരോൾ അനുവദിക്കുന്നതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തുണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിനെതിരായ ശിക്ഷാവിധി മരവിപ്പിച്ചു. ആന്റണി രാജുവിന്റെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചത്. അതേസമയം കേസിൽ കുറ്റക്കാരനെന്ന വിധി നിലനിൽക്കും. നിയമസഭാംഗത്വത്തിനുള്ള അയോഗ്യതയും തുടരും. മന്ത്രി സജിത് ചെറിയാനെതിരെ ആരോപണം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിനു ചുള്ളിലിനെതിരെ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തു. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ CPM പുറത്താക്കിയ ഷാനവാസിനെ മന്ത്രി സംരക്ഷിക്കുന്നതായിരുന്നു ആരോപണം. മകനെ ഓൺലൈൻ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് കോതമംഗലത്തെ BJP ഭാരവാഹികൾ ലക്ഷങ്ങൾ തട്ടിയെന്നാരോപിച്ച് കുടുംബം. ചേലാട് സ്വദേശി ജോർജും കുടുംബവും BJP മണ്ഡലം ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ലഹരിമരുന്നായ മെത്താഫെറ്റാമിനുമായി യുവാവ് പാലക്കാട് പിടിയിൽ. കൊല്ലം പെരുന്നാട് പാമ്പാലിൽ മഹാദേവനെയാണ് ടൗൺ നോർത്ത് പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. നമ്മുടെ ജീവിതത്തിൽ ഓരോന്നിനും ഓരോ സമയവും കാലവുമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയാകില്ല പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചിലർ കൗമാരപ്രായത്തിൽ പ്രണയിക്കും, യൗവനത്തിലെത്തുമ്പോൾ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കും. എന്നാൽ പല പ്രതികൂല സാഹചര്യങ്ങളും കാരണം വിവാഹത്തിന് തടസ്സങ്ങളുണ്ടാകാം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു ഹോട്ടലിൽ വീട്ടുകാർ വിവാഹത്തെ എതിർത്തതിന് കമിതാക്കൾ ആത്മഹത്യ ചെയ്ത വാർത്ത കേട്ടതല്ലേ? അതുപോലെ ആലപ്പുഴയിൽ നിന്നും ഒരു യുവാവിനെയും യുവതിയെയും കുറിച്ച് കേട്ടു. അമ്പലപ്പുഴ പുറക്കാട് ഒരു പെൺകുട്ടിക്കൊപ്പം എത്തിയ യുവാവ് കടലിൽ ചാടി ജീവനൊടുക്കിയ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വെൺമണി സ്വദേശി ഉജ്ജ്വലാണ് കടലിൽ ചാടി മരിച്ചത്. രാവിലെ 8:30യോടെയാണ് യുവാവ് പെൺകുട്ടിക്കൊപ്പം പുറക്കാട് കടൽ തീരത്തെത്തിയത്. ഇവിടെ മത്സ്യബന്ധനം നടത്തിയ മത്സ്യത്തൊഴിലാളികൾ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല.
അവളെ കണ്ടെത്താൻ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരോട് പറയട്ടെ, വെറുതെ അബദ്ധം കാണിക്കരുത് കേട്ടോ. ഇനിയും കുറേ നാൾ സന്തോഷത്തോടെ ആഘോഷത്തോടെ ജീവിക്കുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ എത്ര വലിയ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും പ്രണയം വിവാഹത്തിലെത്തുമെന്ന് ഓർത്താൽ മതി. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.